ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കെമിസ്ട്രിയുടെ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അവസാന ക്ലാസ് അഥവാ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് ലോസ് ആകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോസ് ആകുന്നത്? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഫാറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നു. ഫാറ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. ക്ലിയർ? അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇനി ഏത് കേസ് എടുത്താലും റെസ്റ്റിംഗ് ഓഫ് അയൺ എടുത്തോളൂ നിങ്ങൾ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ റേറ്റ് കൂടും. ഒട്ടുമിക്ക റിയാക്ഷൻ്റെയും പ്രത്യേകം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എഴുതി വെക്കൂ. For most of the chemical reactions, every 10 degree rise in temperature, rate of the reaction is nearly doubled. എഴുതിയില്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശരിക്കൊന്ന് ബോൾഡ് ചെയ്ത് വെച്ചോളൂ. ഒന്ന് വായിച്ച് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എന്താ കാണുന്നത്? ഫോർ മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് എവറി 10 degree rise in temperature, rate of the reaction is almost doubled. അങ്ങനെ പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ റേറ്റ് 6 എന്നാണെങ്കിൽ ടെമ്പറേച്ചർ 10 കൂട്ടിയാൽ 30 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ റേറ്റ് ഡബിളായിട്ട് മാറും. ഇവിടെയുള്ള 2R ആയിട്ട് മാറും. ഇനി ഞാൻ 40 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റി 10 ഡിഗ്രി കൂട്ടുകയാണ് ഈ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് 4R ആയിട്ട് മാറും. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ഒട്ടുമിക്ക കെമിക്കൽ റിയാക്ഷൻ്റെയും പ്രത്യേകത ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ, 10 ഡിഗ്രി എന്ന് പറഞ്ഞതിന് കാരണം മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മേ ബി ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ കെൽവിൻ. 10 യൂണിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് എന്തായി മാറും? ഓൾമോസ്റ്റ് ഡബിളായി മാറും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം ഈ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡബിൾ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടി ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. സി ദിസ് വൺ. കെ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് അറീനിയസ് ഇക്വേഷൻ. ശ്രദ്ധിച്ചോളൂ, അറീനിയസ് ഇക്വേഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് ദ അറീനിയസ് ഇക്വേഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ പറഞ്ഞു തരുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റേറ്റ് ആണ്. ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് റേറ്റ് മാറുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? കാരണം നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് വില മാറിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ, ഒരു R gives P എന്ന് പറഞ്ഞ റിയാക്ഷൻ. ഇത് എലിമെൻ്ററി ആണ്, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്ത് മനസ്സിലാക്കി വെക്കാൻ പറ്റും നമുക്ക്? ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് മാത്രം എഴുതിയാൽ പോരെ. എലിമെൻ്ററി ആണെങ്കിൽ നേരിട്ട് എഴുതാൻ പറ്റും, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് പവർ 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ Kൻ്റെ വില മാറിയാൽ റേറ്റ് മാറുമല്ലോ. അപ്പോൾ Kനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതാണ് അറീനിയസ് പറയുന്നത്. ഇത് ഇക്വേഷനെ വിളിക്കുന്ന പേരാണെന്ത്? അറീനിയസ് ഇക്വേഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ്. ഇതിനകത്തുള്ള ചില ടേമുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ക്ലിയർ? സോ ഇതിനകത്തുള്ള ഈ എനെ വിളിക്കുന്ന പേര് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓരോ ടേമും ശരിക്കും മനസ്സിലാക്കി വെച്ചേക്കണം. ആ എയെ വിളിക്കുന്ന പേര് ശ്രദ്ധിച്ചോളൂ. അറീനിയസ് ഫാക്ടർ എന്നാണ് വിളിക്കുക. എനെ വിളിക്കുന്ന പേരാണ് അറീനിയസ് ഫാക്ടർ. അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി ഉണ്ട്, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നും കൂടി പറയാറുണ്ട്. പ്രീ എക്സ്പോണൻഷ്യൽ എന്നാണ് പറയുന്നത്. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നും കൂടെ പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കുക. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അത് എന്താ എന്ന് നമ്മളിപ്പോൾ പഠിക്കും. ആക്ടിവേഷൻ എനർജി എന്നാണ് ഇ നമ്മൾ വിളിക്കുന്നത്. ഇ ഈസ് കാൾഡ് വാട്ട്സ്? ആക്ടിവേഷൻ എനർജി. R നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എനർജി പ്രോബ്ലംസ് ആണ് ഇവിടെ പറയുന്നത്. കൊണ്ട് നിങ്ങൾ Rന്റെ വില എത്ര കൊടുക്കുക? 8.314 ജൂൾ പെർ കെൽവിൻ മോൾ എന്ന് കൊടുത്തേക്കണം Rന്റെ വാല്യൂ. അതുപോലെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. അതുകൊണ്ട് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയാം. T ഈസ് ദ അബ്സല്യൂട്ട്
ടെമ്പറേച്ചർ മസ്റ്റ് ബി ഇൻ കെൽവിൻ. ക്യാപിറ്റൽ ടി ആണ് കൊടുത്തിരിക്കുന്നത്. സ്മോൾ ടി ആണെങ്കിൽ ഡിഗ്രി, ക്യാപിറ്റൽ ടി ആണെങ്കിൽ കെൽവിൻ എന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓരോ ടേമും പരിചയപ്പെട്ടു. കെനെ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റന്റ്. എ എന്ന് പറഞ്ഞാൽ അറീനിയസ് ഫാക്ടർ. വാട്ട് ഈസ് ഇ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി. വാട്ട് ഈസ് ആർ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് ടി? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ ഇക്വേഷൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, ടെമ്പറേച്ചറിൻ്റെ വില നിങ്ങൾ ഒരു 10 അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഇപ്പോൾ ഉള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ ഇരട്ടിയായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ അറീനിയസ് ഇക്വേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ടെമ്പറേച്ചറിനനുസരിച്ച് റേറ്റ് എങ്ങനെ മാറുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അഥവാ റേറ്റ് കോൺസ്റ്റന്റ് മാറിയേ കഴിഞ്ഞാൽ എന്ത് മാറും? റേറ്റ് മാറും. അതുകൊണ്ട് റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ആക്ച്വലി അറീനിയസ് ഇക്വേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഇതിനകത്തുള്ള ചില ടേമുകൾ പഠിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പോകുന്നത് ആക്ടിവേഷൻ എനർജിയിലേക്കാണ്. സോ നോട്ടിൽ ഒരു ഹെഡിങ് കൊടുക്കും. ആക്ടിവേഷൻ എനർജി എന്ന് ഹെഡിങ് കൊടുത്തോളൂ. ആക്ടിവേഷൻ എനർജി ബ്രാക്കറ്റിൽ EA എന്ന് കൊടുത്തോളൂ. ക്ലിയർ? നിങ്ങളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്തോളൂ. ഹൈഡ്രജനും അയോഡിനും കൂടി ചേർന്നിട്ട് HI അഥവാ 2HI മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ഈ റിയാക്ഷൻ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. H2 മോളിക്യൂൾ ഞാൻ ഇങ്ങനെ വരച്ചു. ദിസ് ഈസ് മൈ I2 മോളിക്യൂൾ. ഇവരിങ്ങനെ ചേർന്നു. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ റിയാക്ഷൻ്റെ ഇടയിലൊരു ഫോം ഉണ്ടാകുന്നുണ്ട്. പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് മുൻപേ ആ ഫോം ഞാനൊന്ന് കാണിക്കാൻ ശ്രദ്ധിച്ചോളൂ. ആ ഫോമിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരണം എനിക്ക്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഫോമിൻ്റെ പ്രത്യേകത? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ബോണ്ട് ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ അയഡിനിലൂടെ. ക്ലിയർ? ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ്. ദിസ് ഈസ് കോൾഡ് വാട്ട്സ്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫർദർ എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? 2HI മോളിക്യൂളായിട്ട് മാറും. ഇങ്ങനെ 2HI മോളിക്യൂളായിട്ട് മാറും. അതായത് ഈ റിയാക്ഷൻ ഒറ്റയടിക്ക് അങ്ങ് പ്രൊഡക്റ്റ് ആവില്ല. ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്? ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനിടയിൽ ഒരു ഫോം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഓർ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? അതായത് ഇനി നമ്മൾ പറയുന്നത് ഇതാണ്. നമ്മുടെ ഹെഡിങ് കണ്ടല്ലോ. നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ദിസ് വാസ് അവർ ഹെഡിങ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി ഹെഡിങ് കൊടുത്തിരുന്നു. ആക്ടിവേഷൻ എനർജി അഥവാ EA എന്ന് പറയുന്നത്. വാട്ട് ഈസ് EA എന്ന് പറയാം? ആക്ടിവേഷൻ എനർജി ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. വളരെ ഷോർട്ടാക്കിയാണ് പറഞ്ഞു തന്നത്. അതായത് ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് മിനിമം എന്ത് വേണം? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം എത്ര എനർജി വേണം? ആ എനർജിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. അതുകൊണ്ട് ഡെഫിനേഷൻ എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ക്ലിയർ അല്ലേ? ഡെഫിനേഷൻ ചോദിച്ചാൽ പറയാൻ പറ്റണം കേട്ടോ. ക്ലിയർ? അതായത് ഈ റിയാക്റ്റന്റ് മോളിക്യൂൾസിന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവാൻ ആവശ്യമായ മിനിമം എനർജി. ക്ലിയർ? ഇതൊന്ന് ഞാൻ എന്ത് ചെയ്യുന്നതിന് ഒരു ഗ്രാഫിൻ്റെ സഹായത്താൽ കാണിക്കാം. ശ്രദ്ധിച്ചോളൂ. ഈ ഗ്രാഫിൻ്റെ സഹായത്താൽ കാണിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി പ്രൊഫൈൽ. ആ റിയാക്ഷൻ്റെ എനർജി പ്രൊഫൈൽ ഞാൻ ബോർഡിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കുന്നത് എനർജിയാണ് Y ആക്സിസിൽ. ഇവിടെ ഞാൻ റിയാക്ഷൻ കോർഡിനേറ്റ് എന്ന് വെറുതെ കൊടുക്കുന്നുണ്ട്. റിയാക്ഷൻ കോർഡിനേറ്റിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്ന കാണിക്കാം. ഇവിടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. റിയാക്റ്റൻ്റ് ആണുള്ളത്. ഇവിടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അഥവാ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേ? ഈ റിയാക്റ്റൻറ്റിൻ്റെ എനർജിയെ വിളിക്കുന്ന പേരാണ് ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻ്റ് അഥവാ ER എന്ന് പറയും. ക്ലിയർ? അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എനർജി എന്ത് വിളിക്കാം? എനർജി ഓഫ് പ്രൊഡക്റ്റ് EP എന്ന് വിളിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ? എനർജി ഓഫ് റിയാക്റ്റൻറ്റും എനർജി ഓഫ് പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഈ ഗ്രാഫിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇതിനെയാണ് നമ്മൾ ΔH എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുക. എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ERഉം EP തമ്മിലുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ലോവർ ക്ലാസ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. EP മൈനസ് ER എന്ന് പറഞ്ഞാലാണ് കിട്ടുക. EP ചെറുതുമാണ്, ER വലുതുമായതുകൊണ്ട് ഈ കേസിൽ ΔH കണ്ടാൽ അത് നമുക്ക് നെഗറ്റീവ് ആയിക്കാരം കിട്ടുക. അപ്പോൾ ΔH ഗ്രാഫ് എന്ന് കിട്ടിയല്ലോ. EP എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എനർജിയാണ്. ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റിൻ്റെ എനർജിയാണ്. ക്ലിയർ? ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്. ΔH നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ
എക്സോതെർമിക് അല്ലേ? അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് താഴെ ഇക്കാരം വരിക. അപ്പോൾ എൻഡോതെർമിക് ആണെങ്കിലോ പ്രൊഡക്റ്റ് മുകളിലേക്കാരം വരിക ഇതിനേക്കാളും. ക്ലിയർ? ഇനി ഈ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ ആവശ്യമായ ഇത്രയും എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് EA. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് ET എന്നാണ് വിളിക്കുക. എന്താ ET എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് T? ടിയുടെ ഫുള്ള് ത്രഷോൾഡ് എന്നാണ്. ത്രഷോൾഡ് എനർജിയാണ് ET എന്ന് പറഞ്ഞത്. അപ്പോൾ ER ഇവിടെ ഉണ്ട്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ET മൈനസ് ER ആണ് ആക്ടിവേഷൻ എനർജി. അഥവാ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ ഇതിന് എത്ര എനർജി കിട്ടണം, അതാണ് എന്ത് ആക്ടിവേഷൻ എനർജി എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗ്രാഫിക്കലി എനർജി പ്രൊഫൈൽ എന്നാണ് ഇതിനെ വിളിക്കുക. എനർജി പ്രൊഫൈൽ ഓഫ് എ റിയാക്ഷൻ ആണ്. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? എക്സോതെർമിക്കിൻ്റെ പ്രൊഫൈലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എൻഡോതെർമിക് വരക്കുന്ന എനിക്ക് ഉറപ്പാണ്. എങ്ങനെ വരയ്ക്കുക? ഒരു വ്യത്യാസം വരുത്തിയാൽ ഈ പ്രൊഡക്റ്റിനെ കുറച്ച് മുകളിലേക്കാക്കി മാറ്റി ഇങ്ങനെ ആക്കി മാറ്റിയാൽ മതി. റിയാക്റ്റിനേക്കാളും മുകൾക്കാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾ ഡെൽറ്റ എച്ച് കാണുമ്പോൾ അത് പോസിറ്റീവ് എന്ന് കിട്ടും. ഇതും തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ എടുക്കൽ. ക്ലിയർ? അത് നമ്മുടെ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. എന്ത് എൻഡോതെർമിക്കിൻ്റെ പ്രൊഫൈൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടാകും. വളരെ സിമ്പിളായൊരു സംഭവമാണ് ആക്ടിവേഷൻ എനർജി. ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഡെഫിനിഷൻ ചോദിച്ചാൽ പറയുമല്ലോ. കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി. എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി നമ്മുടെ പാഠത്തിൽ ഇപ്പോൾ എത്ര ഡെറിവേഷൻ നമ്മൾ കവർ ചെയ്തു? 4 ഡെറിവേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് 5ാമത്തെ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. ഇതോടെ ഡെറിവേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി ഡെറിവേഷൻ ഇല്ല. ക്ലിയർ? ഓക്കെ, ബോർഡിൽ ശ്രദ്ധിച്ചോളൂ. എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി. എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി ഒന്ന് ശ്രദ്ധിക്കുക ബോർഡിൽ കേട്ടോ. ഓക്കെ, ബോർഡിൽ ശ്രദ്ധിക്കൂ. എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി. ഓക്കെ, വി ഹാവ് Arrhenius equation for rate constant. Arrhenius equation for K rate constant. എന്തായിരുന്നു ഇക്വേഷൻ? K is equal to A e raised to minus EA by RT എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഈ ഇക്വേഷൻ്റെ അവിടെയും ഈ സൈഡിലും രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാണ്. LN. അപ്പോൾ അവിടെ ഞാൻ ലോഗ് എന്ന് കൊടുത്തു LNK. അപ്പോൾ ഇവിടെയും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഇവൻ കരയുന്ന ഉറപ്പാണ്. LN A e raised to minus EA by RT എന്ന് കൊടുത്തു. മൊത്തത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. ക്ലിയർ? ഇനി മാത്സിൽ റൂൾ ഉണ്ട്. ആ റൂൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. LNAB ഈസ് ഈക്വൽ ടു LNA പ്ലസ് LNB. ഇങ്ങനെ പിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 2 ടേംസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പിരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? LNA പ്ലസ് LN e raised to minus EA by RT. ഈസ് ഇറ്റ് ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ LNK ഇവിടെ പാവം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. LNK ഈസ് ഹിയർ. ഇനി ഇ റേസ് ടു എന്ത് കൊടുത്താലും മാത്സിൽ 2ാമത് റൂളും കൂടി ഉണ്ട്, ലോഗ്. LN e raised to x എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് എന്നാണ് വരിക. LN e raised to എന്ത് കൊടുത്താലും ആ എന്താണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ചുരുക്കാൻ പറ്റും. LNA മൈനസ് എന്ന് എഴുതിയേക്ക്. അപ്പോൾ ഈ ടേമാണ് ഇതിൻ്റെ ഉത്തരം വരുമ്പോൾ അപ്പോൾ ഈ മൈനസ് ഇവിടെ ഉള്ളതാണ്. EA by RT എന്നായി മാറി. ദിസ് ഈസ് അവർ LNK. ഇതാണ് LNK കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷനിൽ ഞാൻ 2 കേസ് കൺസിഡർ ചെയ്യാണ്, ശ്രദ്ധിച്ചോളൂ. ഇഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ at T1 temperature is K1 and the rate constant at T2 temperature is K2. Remember, T2 greater than ആണ് T1. അതായത് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ ടെമ്പറേച്ചർ വിചാരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ടെമ്പറേച്ചർ മാറിയാൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് മാറും. എന്തുകൊണ്ടാണ് റേറ്റ് മാറുന്നത്? ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് വില മാറും. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കോൺസ്റ്റൻ്റ് അല്ല. എന്താണ് അത്? ടെമ്പറേച്ചറിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. ആ വാരി ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ Arrhenius ഇക്വേഷൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ K1 ആണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അതേ റിയാക്ഷൻ്റെ T2 എന്ന് പറഞ്ഞ വേറെ ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് മാറും. സെയിം റിയാക്ഷനാണ് എടുക്കുന്നത്. ഒരു റിയാക്ഷനിന് പല റേറ്റ് കോൺസ്റ്റൻറ്റ് ഉണ്ടാകാൻ പറ്റും ടെമ്പറേച്ചർ മാറുമ്പോൾ. ക്ലിയർ? അപ്പോൾ T2 ടെമ്പറേച്ചറിൽ K2 ആണ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും ഈ ഇക്വേഷൻ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാൻ പറ്റും. LNK2 ഈസ് ഈക്വൽ ടു LNA മൈനസ് EA by T2 എന്ന് കൊടുക്കുക. ഇവർക്ക് 2 പേർക്ക് മാത്രം 2 കൊടുത്താൽ ഈ വാക്കുകളൊന്നും മാറ്റണ്ട. അങ്ങനെയാണെങ്കിൽ LNK1 ഈസ് ഈക്വൽ ടു വാട്ട്? പറഞ്ഞോളൂ. LNA മൈനസ് EA ഡിവൈഡഡ് ബൈ RT1 എന്ന് എഴുതി വെക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 1, ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2. ഈ 1 നിന്ന് 2 ഓർക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഞാൻ എന്തുകൊണ്ടാണ് 2 ആദ്യം എഴുതിയെന്ന് മനസ്സിലാക്കാൻ പറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. 2 എഴുതാനുള്ള കാരണം ഇത് നേരിട്ട് ഇത് കുറക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ഇക്വേഷൻ താഴത്ത് കുറക്കുന്ന സമയത്ത് എന്ത് വരും കുട്ടികളെ പറയൂ? ln k2 മൈനസ് ln k1 ഈക്വൽ ടു ln a എന്ന് ln a കുറച്ചാൽ പോയില്ലേ? ചോക്കും പോയി. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടേമിൽ നിന്ന് ഈ ടേം കുറക്കണം. ഞാൻ മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ കുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചാൽ വരുന്നതാണ് ln k2 മൈനസ് ln k1 ഈക്വൽ ടു മൈനസ് EA/RT2 മൈനസ് രണ്ടാമത്തെ ഏതാണ് EA/RT1. അപ്പോൾ രണ്ട് മൈനസും കൂടി ചേർന്നിട്ട് അടുത്ത വരി പ്ലസ് ആവുന്നതുകൊണ്ട് EA/RT1 ഫസ്റ്റിക്ക് വരും. അപ്പോൾ EA/RT2 രണ്ടാമതും വരും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ln k2 മൈനസ് k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ln k2/k1 എന്ന് എഴുതാൻ പറ്റും. കാരണം ഒരു ലോഗിൽ നിന്ന് വേറെ ലോഗ് കുറക്കുമ്പോൾ ബൈ ആക്കി എഴുതാം. അപ്പോൾ അതുകൊണ്ട് ln k2/k1 എന്ന് എഴുതി വെച്ചു. ഇനി ബാക്കി നോക്കൂ ഇങ്ങോട്ട്. or ln k2 divided by ln k1 is equal to ഞാൻ ആ EA/R അങ്ങ് പുറത്തേക്ക് എടുത്തു. EA/R പുറത്തേക്ക് എടുത്തു. EA/R ഇൻറ്റു 1/T1 മൈനസ് 1/T2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 1/T1 മൈനസ് T2 എന്ന് കിട്ടും. കാരണം രണ്ട് ടേമിൽ EA/R ഉണ്ടായിരുന്നു. നോട്ടിൽ നോക്കൂ. ക്ലിയർ? കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാര്യം ഈ ln എനിക്ക് തട്ടി ലോഗാക്കണം. അപ്പോൾ എൻ്റെ എന്ത് ചെയ്യുക? ln തട്ടി ലോഗാക്കുന്ന സമയത്ത് k2/k1 എഴുതുകയാണെങ്കിൽ ഈ ലോഗിന് മൂട്ടിലിട്ട് എന്ത് കൊടുത്തേക്കുക? 2.303 എന്ന് കൊടുത്തേക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ R ഇൻറ്റു 1/T1 മൈനസ് 1/T2. ഓക്കെ, ഈ ചങ്ങായി ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഓനങ്ങോട്ട് തട്ടിയാലോ പുറത്തേക്ക്? ഓനെപ്പുറത്തേക്ക് തട്ടിയേക്കാം. ദേ ഇവനെ ഇങ്ങോട്ട് തട്ടി. അപ്പോൾ എന്ത് കിട്ടി? ലോഗ് k2/k1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു 1/T1 മൈനസ് 1/T2. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി. ഈ സാർ എന്തോന്നാ പറയണ്ടേ? ഇവിടെ ആക്ടിവേഷൻ എനർജി അല്ലല്ലോ ഉള്ളത്, ഇവിടെ അല്ലേ കയറിയിരിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആക്ടിവേഷൻ എനർജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഇതിനെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ എഴുതിയാൽ മതി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി. ഇനി നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് EA ഈസ് ഈക്വൽ ടു ലോഗ് EA ഈസ് ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക 2.303 R ഇൻറ്റു ലോഗ് k2/k1 ഇൻറ്റു എന്ത് വരും? ഈ ടേം അതേപടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ടേമിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഈ ടേം അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പം എന്ത് വരും? T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ T1 T2 എന്നാക്കി മാറ്റുക ഈ ഇക്വേഷനെ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ ഇതിങ്ങനെ ആക്കി മാറ്റുക. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുകളിൽ എന്ത് വരും? T1 T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ ആക്ടിവേഷൻ എനർജിൻ്റെ എക്സ്പ്രഷൻ ആണ്. ഇതാണ് ആക്ച്വലി ലാസ്റ്റിക്ക് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. പക്ഷേ ഇതുവരെ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഈ ഇക്വേഷനാണ് പഹേട്ടാക്കി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആക്ടിവേഷൻ എനർജി ആക്ച്വലി. കാരണം ഇതിനകത്ത് 3 ടേം ഉണ്ട്. നാലേക്ക് ഒരു ടേം ഇത്, അടുത്ത ടേം ഇത്, അടുത്ത ടേം ഇത്, ഇങ്ങനെ 3 ടേമുള്ള ഇക്വേഷനാണ് ആക്ടിവേഷൻ എനർജിക്ക് വേണ്ടത്. ക്ലിയർ? പക്ഷേ ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആക്ടിവേഷൻ എനർജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം വരുമ്പോൾ, പ്രോബ്ലമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ല ഡെറിവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്യണം. പ്രോബ്ലമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓടി എത്തേണ്ട ഇക്വേഷൻ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള ഈ റിലേഷൻ ഓർത്താൽ മതി. എന്താ ഇക്വേഷൻ വരുന്നത്? ലോഗ് k2/k1 ഈസ് ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R 1/T1 മൈനസ് 1/T2 എന്ന് വരും. ക്ലിയർ? ഇതെന്തിനെ എങ്ങനെ പഠിക്കണമെന്ന് അറിയോ? ഇനി പ്രോബ്ലത്തിന് ആക്ടിവേഷൻ എനർജി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ EA ഇതിന്ന് കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്താൽ EA കിട്ടും. പക്ഷേ ഈ ഇക്വേഷനാണ് പഠിക്കാൻ എളുപ്പം. കാരണം പെട്ടെന്ന് കുറച്ച് ടേം ഉള്ളൂ. ലോഗ് k2/k1 മറക്കൂല ഈക്വൽ ടു EA ഡിവൈഡഡ് ബൈ 2.303 R ഇൻറ്റു 1/T1 മൈനസ് T2 എന്നാണ് വരുന്നത്. മാറിപ്പോരുതേ. ഓക്കെ ആണല്ലോ? ഇതാണ് ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള മാത്തമാറ്റിക്കലുള്ള എക്സ്പ്രഷൻ. അനദർ വൺ. ക്ലിയർ? ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് വാരി ചെയ്യുക എന്നുള്ള പ്രോബ്ലമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചാണ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാണ്. വാട്ട് ഈസ് T1 ലോവർ ടെമ്പറേച്ചർ, T2 എന്താ ഹയർ ടെമ്പറേച്ചർ. T1 ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് K1. അതുപോലെ T2ലുള്ളതാണ് എന്ത്? K2. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഇതും ചോദിച്ചാൽ ചെയ്തൂടെ? ഓക്കെ ആണോ? ഇതാണ് ഒന്ന് ഓർക്കുക. ഇതാണ് ആക്ടിവേഷൻ എനർജിൻ്റെ എക്സ്പ്രഷൻ. എന്നിരുന്നാലും ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് എത്തിയാൽ മതി. ഇത് കിട്ടിയാൽ മതി. നമുക്ക് ഇതിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടുള്ളത്.
ക്ലിയർ? ഓക്കെ അല്ലേ? ഡെറിവേഷൻ നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കണമെങ്കിൽ മാത്രമാണ് പഠിയുള്ളൂ. അല്ലാതെ നിങ്ങൾ പേപ്പർ ഇങ്ങനെ വായിച്ചു എന്ന് കരുതിയിട്ട് പെർഫെക്റ്റ് ആവണമെന്നില്ല. ക്ലിയർ? അപ്പോൾ ഇനി ഇതിൽ നിന്നുള്ളൊരു പ്രോബ്ലം ഏതിന്ന് ഈ ആക്ടിവേഷൻ എനർജി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം റൈറ്റ് ഡൗൺ എഴുതി വെച്ചോളൂ. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 500 Kelvin and 700 Kelvin are 0.02 second inverse and 0.07 second inverse respectively. Calculate its activation energy and Arrhenius factor. Calculate its activation energy and Arrhenius factor. എഴുതിയല്ലോ ചോദ്യം? ക്ലിയർ? അപ്പോൾ നമുക്ക് അതിന് ആൻസറിലേക്ക് വരാം. നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് T1ൻ്റെ വില തന്നത് 500 Kelvin ആണ്. T2 is given as 700 Kelvin. Is it clear? Then we have K1 is equal to the lower value 0.02 second inverse. Also K2 is equal to 0.07 second inverse. ഈ സെക്കൻഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ഇത് ഏത് ഓർഡർ ആയിരിക്കും? ഫസ്റ്റ് ഓർഡറോ സെക്കൻഡ് ഓർഡറോ സീറോ ഓർഡറോ? ശരിയാണ്, ഫസ്റ്റ് ഓർഡർ ആണ്. കാരണം ടൈം ഇൻവേഴ്സിൽ വരികയാണെങ്കിൽ ക്യാൻ്റെ യൂണിറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? നമ്മോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ബോർഡിൽ ശ്രദ്ധിക്കൂ. ഓക്കെ അല്ലേ? So we have the expression log K2 divided by K1 is equal to EA divided by 2.303 R into 1 by T1 minus 1 by T2. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരിട്ട് ആൻസറിലേക്ക് എന്നിട്ട് പോകും, കാരണം സമയം കുറവായതുകൊണ്ടാണ്. ഓക്കെ, ലോഗ് K2ൻ്റെ വില എത്ര കൊടുക്കുക? അയറിൻ്റെ വില എത്ര? 0.07 ഡിവൈഡഡ് ബൈ K1 എത്രയാണ്? 0.02. That is equal to EA is to be found. Okay, that is equal to 2.303. ആറിൻ്റെ വില നേരത്തെ പറഞ്ഞു 8.314 ഇൻറ്റു 1 ബൈ T1 എത്ര? 1 ബൈ T1ൻ്റെ വില എത്രയാണ്? ലോവർ ടെമ്പറേച്ചർ 500 Kelvin മൈനസ് 1 ബൈ T2 എത്രയാണ്? 700 Kelvin. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ EA ആസ് EA ഈസ് ഈക്വൽ ടു. ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. ലോഗിൻ്റെ വിലയൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കണം. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇത് സോൾവ് ചെയ്തിട്ട് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 182 ദിസ് മച്ച് ജൂൾ. ഇത്ര ജൂൾ നമുക്ക് കിട്ടും EAൻ്റെ വാല്യൂ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അടുത്തതിലേക്ക് പോട്ടെ. ഹൗ ടു ഫൈൻഡ് EA കണ്ടുപിടിക്കാൻ നിങ്ങൾ അറീനിയസ് ഇക്വേഷൻ എടുത്താൽ മതി. അറീനിയസ് ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ഇത് വന്നത് ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ ടേംസിനെ ചെറുതാക്കിയതിന് ശേഷം അപ്പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഉത്തരം എന്തായാലും കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എങ്കിലാണ് ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസിൽ നിങ്ങൾ എക്സ്പേർട്ടായി മാറുള്ളൂ. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. K is equal to A e raised to minus EA by RT എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. എക്സ്പ്രഷൻ Kൻ്റെ വില ഇതിൽ നിന്ന് ഇഷ്ടമുള്ളതും സെലക്ട് ചെയ്യുക. Kൻ്റെ വില ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 0.02 സെലക്ട് ചെയ്തു. A ഇവിടെ കൊടുക്കുന്നുണ്ട്. E raised to മൈനസ് ഇതാ വാല്യൂ, നേരത്തെ കിട്ടിയ വാല്യൂ EAൻ്റെ വില ആക്ടിവേഷൻ എനർജി ഇവിടെ കൊടുക്കുക. ആറിൻ്റെ വില 8.314 എന്ന് കൊടുക്കുക. ടെമ്പറേച്ചർ ഈ സമയത്തുള്ള ടെമ്പറേച്ചർ 500 എന്ന് കൊടുത്തേക്കുക. ഇത് E raised to ആണ്. കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റും E raised to എടുക്കൽ എങ്ങനെയാണെന്നുള്ളത്. എന്നുള്ള ഭാഗം നെക്കിയിട്ട് E raised to എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ പവർ ബ്ലിങ്ക് ചെയ്യും. അവിടേക്ക് നിങ്ങൾ ബ്രാക്കറ്റ് ആയിട്ട് ഇത് കറക്റ്റ് കൊടുക്കുക. ഇങ്ങനെ ഇത് കൊടുത്ത് സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ വാല്യൂ അപ്പുറത്തേക്ക് ഉണ്ടായാൽ A ഈസ് ഈക്വൽ ടു വി വിൽ ഗെറ്റ് ആസ് 0.02 ഡിവൈഡഡ് ബൈ ഇത് സോൾവ് ചെയ്താൽ കിട്ടേണ്ട വാല്യൂ 0.012 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ 0.012 ഇവിടെ കൊടുക്കുക. 0.12 ഇവിടെ കൊടുത്ത് സോൾവ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 1.61. പറഞ്ഞത് ക്ലിയർ അല്ലേ? 1.61 എൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ EAയും കിട്ടി, അതുപോലെ Aയും കിട്ടി. ഇത് ഞാൻ ആദ്യം തന്നെ തന്ന ക്വസ്റ്റ്യൻ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യേണ്ട ചോദ്യമാണ്. അതോടെ നിങ്ങൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് ബൈ ഹാർട്ടായി പോകും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി പോകാം. ഇത് നിങ്ങൾ വീണ്ടും ചെയ്ത് നോക്കുക. സംശയമുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ മിക്ക കുട്ടികൾക്കും സംശയം വരാറുണ്ട്. കാൽക്കുലേറ്റർ വിചാരിച്ച് കിട്ടൂല. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിലേക്ക് റൈറ്റ് ഡൗൺ അനദർ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ rate of the reaction quadruples when the temperature changes from
293 to 313 Kelvin. Calculate the activation energy of the reaction. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു തുടക്കം മാത്രമേ ഞാൻ ഇതിൽ ചെയ്തു തരുന്നുള്ളൂ. കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടും, അതുകൊണ്ട് തുടക്കം മാത്രം പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്താണ് ആൻസർ കിട്ടിയെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തു, കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പറയൂ എന്ത് ആൻസറാണ് കിട്ടിയെന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരു തുടക്കം മാത്രം. ഈ ക്വസ്റ്റ്യന് പറഞ്ഞത് ടെമ്പറേച്ചർ എത്രയിൽ നിന്നാണ് 293 കെൽവിനിൽ നിന്നും എവിടേക്ക് മാറ്റിയത് 313 കെൽവിനാക്കി മാറ്റിയപ്പോൾ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാഡ്രപ്പിൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ക്വാഡ്രപ്പിൾസ് എന്നാണ് പറഞ്ഞത്. ക്വാഡ്രപ്പിൾസ് അതായത് ക്വാഡ്രപ്പിൾ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈംസ് ആയി മാറുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. റേറ്റ് 4 മടങ്ങായി മാറും. ടെമ്പറേച്ചർ ഇതിൽ നിന്നും ഇതിലേക്ക് മാറ്റിയപ്പോൾ റേറ്റ് 4 മടങ്ങായി മാറിയാൽ വാട്ട് ഈസ് ദ ആക്ടിവേഷൻ എനർജി എന്നാണ് ചോദിച്ചത്. റേറ്റ് 4 മടങ്ങായി മാറുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം, K2/K1ൻ്റെ വിലയായിരിക്കും 4 ആയി കൊടുക്കേണ്ടത്. ഞാൻ കൂടുതൽ പ്രോബ്ലം തരുന്ന സമയത്ത് ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, റേറ്റ് ഡബിൾസ് എന്ന് പറയുന്നത്. ഒരു ടെമ്പറേച്ചറിന് വേറെ ടെമ്പറേച്ചറിലേക്ക് മാറ്റിയപ്പോൾ റേറ്റ് ഡബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ റേറ്റ് ഡബിൾ ചെയ്യുകയാണെങ്കിൽ K2/K1ൻ്റെ വില 2 എന്ന് കൊടുത്തേക്കണം. ഇവിടെ ക്വാഡ്രപ്പിൾസ് ആയതുകൊണ്ട് 4 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നേരിട്ട് ഉപയോഗിക്കാം. വി ഹാവ് ലോഗ് K2/K1 is equal to എന്ത് വരും, EA divided by 2.303 R into 1/R into എന്ത് കൊടുക്കുന്നുണ്ട്, 1/T1 minus 1/T2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. T2 ഈ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എന്ത് കൊടുക്കുക, log 4 എന്ന് കൊടുക്കുക. EAൻ്റെ വില അവിടെ കിടക്കട്ടെ 2.303 into 8.314 into 1/T1 എത്ര, T1 ലോവർ ടെമ്പറേച്ചർ 293 മൈനസ് 1/T2 എത്ര 313. ഇത് കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ EAൻ്റെ വില കണ്ടുപിടിച്ച് നോക്കുക സ്വന്തമായിട്ട്. ക്ലിയർ? ഇത് NCERTയിലുള്ള ബാക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് ഈ പാഠത്തിൻ്റെ ആൻസറിനകത്ത് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. പലർക്കും ഡൗട്ട് ഉണ്ടാവും K2/K1 എങ്ങനെ 4 ആയിരുന്നുള്ളത്. കാരണം റേറ്റ് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളായി മാറുമെന്ന് പറഞ്ഞാൽ റേറ്റ് ഡബിളായി മാറുമെന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡബിൾ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എടുത്താൽ ആദ്യത്തതും രണ്ടാമത്തും നമ്മൾ റേഷ്യോ എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ മുകളിൽ എഴുതിയിട്ട് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 എന്ന് കിട്ടും. ക്വാഡ്രപ്പിളായി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1ഉം K2 തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, 4 എന്നായിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് ഇതിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ക്ലിയർ? പ്രോബ്ലം ചെയ്യുന്ന സ്കില്ലിംഗ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. കാൽക്കുലേറ്റർ അടിച്ചെടുക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ എന്താണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റായി രേഖപ്പെടുത്തും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്ക്, ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നോട്ടിൽ ഹെഡിങ് കൊടുക്കുക, കൊളീഷൻ തിയറി. ഹെഡിങ് കൊടുക്കും, കൊളീഷൻ തിയറി. കൊളീഷൻ തിയറി എന്തിനാണ് ഈ കൊളീഷൻ തിയറി എന്ന് പറയാം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഹൗ ഡസ് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ്? എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്? 2 റിയാക്ടൻ്റ് മോളിക്യൂൾസ് വെറുതെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ചിരിച്ചാൽ കിട്ടുമോ? അടുത്ത് നിന്നാൽ കിട്ടുമോ? ഇല്ല. ഹൗ ഡസ് എ കെമിക്കൽ റിയാക്ഷൻ ഒക്കർ? എങ്ങനെ ഇവർ തീർന്നിട്ട് പ്രൊഡക്റ്റായി മാറുന്നത്? ക്ലിയർ? അതിനൊരു എക്സ്പ്ലനേഷനാണ് ഈ തിയറിയിലൂടെ പറയുന്നത്, കൊളീഷൻ തിയറിയിലൂടെ. ഈ തിയറി അനുസരിച്ച് റിയാക്ടൻ്റ് മോളിക്യൂൾസ് ആർ കൺസിഡേർഡ് ആസ് ഹാർഡ് സ്ഫിയേഴ്സ്. ഹാർഡ് സ്ഫിയേഴ്സ് ആക്കിയിട്ടാണ് റിയാക്ടൻ്റ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ തിയറി അനുസരിച്ച് റിയാക്ടൻ്റ് മോളിക്യൂൾസിനെ സ്ഫിയറുകളാക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ദ എഫക്റ്റീവ് കൊളീഷൻ ബിറ്റ്വീൻ ദം ലീഡ്സ് ടു ദ കെമിക്കൽ റിയാക്ഷൻ. ഈ സ്ഫിയറുകൾ തമ്മിൽ എഫക്റ്റീവ് കൊളീഷൻ നടന്നിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്, അഥവാ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. എഫക്റ്റീവ് കൊളീഷനാണ് എന്തിലേക്ക് കാരണമാകുന്നത്, കെമിക്കൽ റിയാക്ഷനിലേക്ക് കാരണമാകുന്നു എന്നാണ് രണ്ടാമത്തത്. സോ വാട്ട് ഈസ് ആൻ എഫക്റ്റീവ് കൊളീഷൻ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആൻ എഫക്റ്റീവ് കൊളീഷൻ? എ കൊളീഷൻ വിത്ത് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി. സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി. Sufficient amount of energy. A collision with a sufficient amount of energy and proper orientation. Proper orientation is called effective collision. അതായത് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി റിയാക്ടിൻ്റെ മോളിക്യൂൾസിന് കിട്ടണം. അതുപോലെ തന്നെ അവരുടെ റിയാക്ടിൻ്റെ മോളിക്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോപ്പറും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കൊളീഷനെ വിളിക്കുന്ന പേരാണെന്ത്, എഫക്റ്റീവ് കൊളീഷൻ. ആ എഫക്റ്റീവ് കൊളീഷനാണ് പ്രൊഡക്റ്റിലേക്ക് കാരണമായി മാറുക, അഥവാ കെമിക്കൽ റിയാക്ഷന് കാരണമായി മാറുക. അതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് അറീനിയസിൻ്റെ ഒരു സഹായം തേടാം.
അറീനിയസിൻ്റെ എന്ത് ചെയ്യുന്നു, അറീനിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അറീനിയസിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ പഠിച്ചു. അത് ഉപയോഗിച്ചിട്ട് റേറ്റിൻ്റെ കാര്യം ഒന്ന് വിശദീകരിക്കാൻ ശ്രദ്ധിച്ചോളൂ. ബോർഡിൽ നോക്കൂ, ബോർഡിൽ നോക്കണേ. We have the Arrhenius equation K is equal to A e raised to minus EA by RT. ഓൾറെഡി പഠിച്ചതാണ് നമ്മൾ. ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക, എയും ബിയും ചേർന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എയും ബിയും കൊളൈഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊളീഷൻ തിയറി അനുസരിച്ച് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. K is equal to, ഒന്ന് ശ്രദ്ധിച്ചോളൂ, ZAB e raised to minus EA by RT എന്നാക്കി മാറ്റുക. അപ്പോൾ എക്ക് പകരം ഇവിടെ എന്ത് വരും, ZAB എന്ന് വരും. ഈ ZABനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി. വാട്ട് ഈസ് ദാറ്റ്? കൊളീഷൻ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ ZABനെ വിളിക്കുക. എന്താ ഈ കൊളീഷൻ ഫ്രീക്വൻസി? കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, റിയാക്ടറിൻ്റെ മോളിക്യൂൾ ഒരു ബീക്കറിൽ എടുത്തോളൂ, അതിലൊരു യൂണിറ്റ് വോളിയം എടുക്കുക, യൂണിറ്റ് വോളിയം. ആ യൂണിറ്റ് വോളിയത്തിനകത്ത് ഒരു സെക്കൻഡിൽ നടക്കുന്ന കൊളീഷൻ്റെ എണ്ണമാണ് എന്ത്, കൊളീഷൻ ഫ്രീക്വൻസി. അതായത് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന കൂട്ടിമുട്ടലുകളുടെ എണ്ണമാണ് എന്ത് പറഞ്ഞത്, കൊളീഷൻ ഫ്രീക്വൻസി അഥവാ ZAB. പക്ഷെ ഒരു സങ്കടം പറയട്ടെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് റേറ്റ് കോൺസ്റ്റൻ്റെ വില കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ എപ്പോഴും ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടായിരിക്കും വ്യത്യാസം ഉണ്ടായത്? അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. കൊളീഷൻ തിയറിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് വെച്ചിട്ട് മോഡിഫൈ ചെയ്യാണ് ഇക്വേഷനെ. ക്ലിയർ? കാരണം എന്താണെന്നറിയോ, ഇവിടെ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള എല്ലാ കൊളീഷനും കെമിക്കൽ റിയാക്ഷനിലേക്ക് ലീഡ് ചെയ്യുമോ? ഇല്ല. ഓൺലി എഫക്റ്റീവ് കൊളീഷൻ ലീഡ്സ് ടു ദ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. അതുകൊണ്ട് ഈ ആകെയുള്ള കൊളീഷൻസിനകത്ത് നിന്ന് എഫക്റ്റീവ് മാത്രം എടുക്കണം. ആ എഫക്റ്റീവ് കൊളീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടേക്ക് ഒരു പ്രോബബിലിറ്റി ഫാക്ടർ ആഡ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക്. ഒരു എക്സാമ്പിൾ പറയാം. പ്രോബബിലിറ്റിൻ്റെ വില എപ്പോഴും ഒന്നിനേക്കാളും ചെറുതല്ലേ? ആകെ 100 കൊളീഷൻ ഉണ്ടെന്ന് കരുതിക്കോളൂ. അതായത് എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 എന്ന് കരുതിക്കോളൂ. അപ്പോൾ ഇതിനെ 0.2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് 20. ആ 20 ആണ് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് കൊളീഷൻ. ക്ലിയർ? അഥവാ ZABൻ്റെ വില 100 ആണെന്ന് വിചാരിച്ചോളൂ. പ്രോബബിലിറ്റി ഫാക്ടർ 0.2 ആണെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആക്ച്വൽ എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ എഫക്റ്റീവ് കൊളീഷൻ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ഒരു പ്രോബബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി, ഒരു ടേമും കൂടി ആഡ് ചെയ്യുകയാണ്. ക്ലിയർ? അതായത് പ്രോബബിലിറ്റി ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. K ഈസ് ഈക്വൽ ടു P ഇൻറ്റു ZAB e റേസ് ടു മൈനസ് EA ബൈ RT. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് മോഡിഫൈഡ് അറീനിയസ് ഇക്വേഷൻ. ദിസ് ഈസ് കാൾഡ് മോഡിഫൈഡ് അറീനിയസ് ഇക്വേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡിഫൈഡ് അറീനിയസ് ഇക്വേഷൻ. ഇവിടെ പീനെ വിളിക്കുന്ന പേരെന്താ, പ്രോബബിലിറ്റി ഫാക്ടർ. Z എന്താ, കൊളീഷൻ ഫ്രീക്വൻസി. E എന്താ, ആക്ടിവേഷൻ എനർജി. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് കൊളീഷൻ തിയറി ഉപയോഗിച്ച് നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഇതിൽ എഫക്റ്റീവ് കൊളീഷനാണ് ഇതിൻ്റെ ടോട്ടൽ എണ്ണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണമാണ് പറയേണ്ടത്. യൂണിറ്റ് വോളിയത്തിനകത്തുള്ള എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണമാണ് കൗണ്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇതോടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്കൊരു ചോദ്യം നിങ്ങളെ മനസ്സിൽ ബാക്കിയുണ്ടാവും. എന്താ ചോദ്യം എന്ന് പറയട്ടെ. ഇതൊക്കെ പഠിക്കണമെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞുതരാം. ബോർഡ് എക്സാമിന് കൊളീഷൻ തിയറിയുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ റെയർ കേസിലാണ് വന്നിട്ടുള്ളൂ. വളരെ റെയർ. 99% ക്വസ്റ്റ്യൻസും വന്നത് ഇതിന് മുൻപ് പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്നാണ്. കൊളീഷൻ തിയറിയിൽ ഒരു 1% മാത്രമേ ചാൻസ് ഉള്ളൂ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഇത് കാണാൻ പറ്റും ഈ ഒരു കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്തത്. ക്ലിയർ അല്ലേ? സോ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നെടുത്ത ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ഡെറിവേഷനും പ്രോബ്ലമൊക്കെ തന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. വൺ മോർ തിങ് ഈസ് ദർ. പ്രോബ്ലം ഞാൻ താഴെ തരുന്നുണ്ട്. ആ തരുന്ന പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയില്ലെങ്കിൽ കെമിക്കൽ കാൻഡിഡേറ്റ്സിലെ പ്രോബ്ലം പിന്നെ കിട്ടില്ല. പഠിച്ച ഓരോ പാഠവും പഠിച്ച് പോകുമ്പോൾ തന്നെ അതിൻ്റെ പ്രോബ്ലം ചോദിച്ച് വാങ്ങുക. വാട്സപ്പിൽ എന്നെ ശല്യപ്പെടുത്തുക. ചോദിച്ച് വാങ്ങിയിട്ട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കിട്ടി. കെമിസ്ട്രിയിലെ കെമിക്കൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന വെറുതെ ഒരു 4 മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും